കാരണം എന്റെ നശിച്ച കുടിയാണ്. ഡോക്ടർമാർ പറഞ്ഞു, എന്റെ ഭാര്യ പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, എന്നിട്ട് ഞാൻ അനുസരിച്ചില്ല. എല്ലാവരും പറയുന്നത് എന്റെ ലിവറെല്ലാം മരിച്ചു പോരാ എന്നാണ്. എനിക്ക് ഈ വേദന താങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. ജോലിയുടെ ഭാരം കാരണം കൂട്ടുകാരെന്ന ഉപദേശം വർഷങ്ങളായി ചുണ്ടിൽ വയ്ക്കുന്ന ശീലം നോക്ക്. എന്റെ വായ നിറച്ച് പുഴുക്കളാണ്. ഒന്ന് തുറന്നു കാണിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. എന്റെ തെച്ചിൽ ഒരു ഉപ്പ കൊടുക്കാൻ പോലും സാധിക്കാതെ ഭൂമിക്ക് ഒരു ഭാരമാണ് ഞാൻ. വെറും എല്ലാവരും വെറുക്കപ്പെടുന്ന വെറും ജീവശവം. അതെ, ഒരു കാലത്ത് ലഹരിയുടെ കൂട്ടുപിടിച്ച് നശിച്ചവരാണ് ഞങ്ങൾ, ഒറ്റപ്പെട്ടവരാണ് ഞങ്ങൾ. ഇനി ഞങ്ങൾക്ക് മുമ്പിൽ ഒന്നേ കാണാനുള്ളൂ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. 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 നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നാം എല്ലാവരും മനുഷ്യരാണ്. നാം തിരഞ്ഞെടുക്കുന്ന വഴി നമ്മുടെ നാശത്തിനായിരിക്കരുത്, നമ്മുടെ നന്മയ്ക്കായിരിക്കണം. മനുഷ്യരാശിയുടെ അധപതനത്തിന് മുന്നിൽ ജീവിതത്തെ നശിക്കാൻ വേണ്ടിയുള്ള രണ്ട് വിപത്തുകളാണ് മദ്യവും മയക്കുമരുന്നും. ഞങ്ങളോ ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യരായ നിങ്ങളെക്കാൾ വിലയുണ്ടായിരിക്കും. നിനക്കോ അതെങ്ങനെ ശരിയാവും? ഇവിടെ ഞാനാ മെയിൻ. ഈ കൊച്ചു കേരളത്തിൽ 70% വീടുകളിലെ രാജാവ് ഞാനാ. നീയൊക്കെ ഇപ്പൊ തത്ത വൈബ, നിന്നിപ്പോ ആർക്കും വേണ്ട. ഞങ്ങളുടെ പുതുതലമുറയുടെ ഭാഷയില് നിന്നെ ആർക്കും വേണ്ടക്കും. എത്ര കൊലപാതകങ്ങളും പീഡനങ്ങളാണ് എന്റെ പേര് നടന്നതെന്നറിയോ? ആലോചിക്കുമ്പോ തന്നെ രോമാഞ്ചം വരും. കണ്ടില്ലേ നിങ്ങള്, കേട്ടില്ലേ നിങ്ങളിത്? നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ വന്ന ഈ അഹങ്കാരികളുടെ അധിക പ്രസംഗം. ഇതിനൊരു അറുതി വരുത്താൻ ആരുണ്ട് ഇവിടെ? പറ, നിങ്ങൾ പറ. അറുതി വരുത്താനോ? അസംഭവ്യം. എന്നെ സ്നേഹിച്ചവർക്കറിയാം എന്റെ വില എന്തെന്ന്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മേ, ഇന്നെന്റെ പിറന്നാളാ. എന്താ നേരം വൈകി വരുന്നേ? ഞാൻ കാത്ത് മടുത്തു. അമ്മയുടെ മോളിൽ ഞാൻ അധികം കാത്തിരിക്കണ്ട. അച്ഛൻ വരുമ്പോ എല്ലാം 4 കാലില വരാം. മോളിരുന്ന് പോയി പഠിച്ചോ. നീ അറിഞ്ഞ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. എവിടെ തള്ളേ മോള് ചത്തോ? ഒരു അനക്കമൊക്കെ എടി നായിന്റെ മോളെ ഇറങ്ങി വാടി. ഏറ്റവും വന്ന പുറത്തിറങ്ങാൻ അറിയില്ല. 4 കാല് വരാൻ നിങ്ങളെ കാണാൻ എനിക്ക് അത്ര ആഗ്രഹമൊന്നുമില്ല. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയി കഴിക്കും. അച്ഛാ, ഇന്നെന്റെ പിറന്നാളാ. അച്ഛൻ മറന്നുപോയോ? അവളുടെ ഒരു പുസ്തകം മാറിക്കിടി അസത്തെ. നിന്റെ തലവട്ടം കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. നിന്റെ തള്ള എവിടെയാടി? അവൾക്ക് കെട്ടാൻ വന്ന പുറത്തിറങ്ങാടി. ആടി കാശെടുത്താ കൊണ്ട് ഉയിര് തീരാറായി. മകനെ മുഴുവൻ പണിയെടുത്തിട്ടാ കാശെടുക്കുകയും 2 കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തണത്. നിങ്ങളെ നശിക്കാനായിട്ട് ഞാൻ ഇനി 1 രൂപ പോലും തരില്ല. നീ കെട്ടാൻ പറഞ്ഞ കേക്കില്ലേ? അങ്ങ് വാടി. മാറിക്കിടി അസത്തെ. നിങ്ങൾ ഈ കാണുന്നത് എന്റെ ജീവിതമാണ്. 22 വർഷത്തെ ഈ ജീവിതത്തിനിടയിൽ ഒരു രാത്രി പോലും അടിമുടി തളരാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അച്ഛൻ എന്ന അഭിമാനം വാനോളം ഒരുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇത് പറഞ്ഞാല് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം സ്വന്തം അച്ഛൻ കുടിച്ച് ബോധമില്ലാതെ റോഡിൽ തുണിയില്ലാതെ കിടക്കുമ്പോൾ നാട്ടുകാർ ചിരിക്കുകയും കൂട്ടുകാർ കളിയാക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആത്മഹത്യ ചെയ്യാനാണ്. നാളെ ഇനി എന്താവും, എങ്ങനെയാവും എന്ന് ആലോചിച്ച് ഉരുകി ജീവിച്ച് മടുത്തു, വെറുത്തു.
എന്തിനാണ് ദൈവമേ ഈ നരക തുല്യമായ ജീവിതം നീ ഞങ്ങൾക്ക് തന്നത്? കണ്ടില്ലേ, പൊങ്ങച്ചം പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല. എത്ര കുടുംബങ്ങളാണ് ഞാൻ കാരണം നശിക്കപ്പെട്ടിരിക്കുന്നത്. എന്നേക്കാളെ കുടുംബങ്ങളെക്കാൾ വേണ്ടപ്പെട്ടവരാണ് കഷ്ടത്തിലാവുന്നത്. ഓ, നിനക്ക് ഒന്ന് കാണിക്കാനുണ്ടെങ്കിൽ എനിക്ക് 9 കാണിക്കാറുണ്ട്. ദേ നോക്ക്, ഞാനിപ്പോ കാണിച്ചു തരാം. ഹലോ, അയ്യേ, ഇവനൊരു മൊണ്ണ തന്നെ. പാലും കുപ്പി പോത്ത് പോലെ വളർന്നില്ലേ, മീശ മുളച്ചില്ലേ, എന്നിട്ടും അമ്മ വഴക്ക് പറയുന്ന പറഞ്ഞ സിഗരറ്റ് പോലും വലിക്കുന്നില്ല. ഇവരെയൊന്നും കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല. ഒരു പെണ്ണായവർക്ക് വരെ ഇപ്പൊ മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നീര് പൊട്ടം തന്നെ. നീ ധൈര്യം വേണമെങ്കിൽ വലിച്ചേ, വലിക്കേ. നാണം കെട്ടവനെ, ഇല്ലെങ്കിൽ നീ ഒരു മണ്ടൻ തന്നെ. വലിക്കേ, വലിക്കടാ, വലിക്കേ, വലിക്കടാ. വലിക്കേ. നീ ഇത് വലിച്ചില്ലെങ്കിൽ നീ കഞ്ചാവെന്ന് ഞാൻ നിന്റെ അമ്മയോട് പറയും. വലിക്കടാ, വലിക്കാൻ. വലിക്കേ, വലിക്കേ, വലിക്കേ. നിക്കലാണ്. നിനക്ക് ഞാൻ വെച്ചാൽ നിന്നോടെ എത്ര നാളായി എന്റെ പുറകെ നടക്കണം. നിനക്ക് ഞാൻ നിനക്ക് കല്യാണം കഴിക്കാൻ പോണതല്ലേ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് എന്താണ് കുറവ്? ഇത്ര നാളെ നിന്റെ പുറകെ നടന്നില്ലേ? നിനക്കത് പ്രേമിച്ചൂടെ? നോക്ക്, നിന്റെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം നീ നോർമൽ അല്ലെന്ന്. ഞാൻ പല തവണയായി പറയുന്നു, എനിക്ക് ഇതുപോലെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടൊന്നും വലിയ ഇഷ്ടമല്ലെന്ന്. എന്തിനാ എന്റെ ലൈഫ് പറഞ്ഞു കളയണേ? പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. നിനക്കെന്നെ വേണ്ടല്ലേ? ഇത്ര നാളെ നിന്റെ പുറകെ നടന്ന് നിനക്കെന്നെ വേണ്ട? ഓ, ഇത്ര നാളെ നീ ഒരു കില്ലാടി തന്നെ. ഇഷ്ടായിരിക്കണോ? പെരുത്ത് ഇഷ്ടായിരിക്കണോ? ഓ പിന്നെ അതാരാ വരുന്നേ? ഇതൊക്കെ എന്റെ പിള്ളേരാ. നീ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ കണ്ടോയി കാണുന്നത്? നിനക്ക് തെറ്റി. ഇവരൊക്കെ ബൈബിളുള്ള തന്തകളാ. ഇപ്പൊ കാണിച്ചു തരാം. വാടാ, അടിച്ചിട്ട് പോടാ. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. മല കയറി പോകണ്ട. ബുദ്ധിമുട്ടാകുന്നു, ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട്. ബംഗാളി ബംഗാളി കൂടുമ്പളേ ഇമ്പുള്ള കുടുംബം കുടിച്ചു കുടിച്ച് എന്റെ കുടുംബക്കില്ലാണ്ടായിടാ. സാറില്ല സാട്ടാ. ഐ വീണ അപ്പ നിങ്ങൾ ചെനി അതെ. അതടാ നിമാനിനടാ. അതുകൊണ്ടാണല്ലോടാ നിന്റെ ഭാര്യയും പിള്ളേരൊക്കെ നിന്നെ ഇട്ടിട്ട് പോയത്.
അരുത്, അരുത്, ഇനിയും അരുത്. ഈ സമൂഹത്തിന്റെ അടിത്തറ നിങ്ങൾ കാർന്നു തിന്നരുത്. നമ്മുടെ സ്വന്തം കൂടവർപ്പുകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്മേൽ കാണാനുള്ള ശക്തി ഈ കണ്ണുകൾക്കില്ല. ഇതിൽ കൂടുതൽ കേൾക്കുവാനുള്ള കരുത്ത് ഈ രണ്ട് പിശാചുകൾ ഒന്നിച്ചപ്പോൾ എത്ര കുടുംബങ്ങൾ എത്ര സ്ഥലത്ത് വെച്ച് അതിദാരുണമായി മരണപ്പെട്ടു. ഇതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മഞ്ചത്തി പെണ്ണ നിക്കടി അവിടെ ചീ കൊള്ളാലോടി വാടി. വിട്, വിട്, വിട്. എന്നെ വിട്, വിട്. വിട് എന്നെ. വിട് എന്നെ. മദ്യമെന്നും മയക്കുമരുന്നുമെന്നും പേര് കേട്ട പിശാചുകളെ, നിങ്ങൾക്ക് മറ്റൊരു പേര് നൽകണമെങ്കിൽ ഞാനൊരു പേര് നൽകാം. ചെകുത്താൻ. ഇനിയുമുണ്ട് 5 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞ ഒരച്ഛന്റെ കഥ. കാണണോ നിങ്ങൾക്ക്? കേൾക്കണോ നിങ്ങൾക്ക്? ആവർത്തിക്കും, ഇനിയും ആവർത്തിക്കും. നിങ്ങൾ ഈ സമൂഹത്തിന്റെ അടിത്തറ കാർന്നു തിന്നരുത്. വിപത്തോ ഇന്നത്തെ സമൂഹത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടിരുന്നത് ഞങ്ങളാണ്. നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ കളിപ്പാവകൾ മാത്രമാണ്. ഒരു നേരം പോലും ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാതെ നിങ്ങൾ മനുഷ്യർക്കാണ്. ഇന്നത്തെ ഭൂമിയിൽ ഞങ്ങളാണ് രാജാക്കന്മാർ. ജാതിമത വർഗ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ലഹരിയുടെ ചുഴിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നാം അണുകുന്ന മനുഷ്യവംശം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത്. നമ്മുടെ തെരുവുകളിൽ കുടിച്ചും മരിച്ചും കുത്തിവെച്ചും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും കഴുത്തു ഞെരിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു. ഇവരെയൊന്നും പൊതുസമൂഹത്തിൽ വലിച്ചു കീറാനാവില്ലെങ്കിലും നമ്മളെ പോലെയുള്ള ജീവിക്കാൻ കൊതിയുള്ളവരുടെ മനസ്സിൽ ഇവരൊക്കെ പിഞ്ചി ചീന്നപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ കൂടപ്പിറപ്പുകൾ അടങ്ങുന്ന സമൂഹത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിയും മനുഷ്യരെ മൃഗങ്ങളാക്കി മാറ്റിയും കുടുംബങ്ങളെ നരകങ്ങളാക്കി മാറ്റിയും ഈ മനോഹരമായ ഭൂമിയെ ചെകുത്താന്റെ കോട്ടയാക്കി മാറ്റി നമ്മുടെ ജീവൻ എടുക്കാൻ വന്ന ഈ കാലന്മാരുടെ കാലനാകണം നാം ഓരോരുത്തരും.